നമഃശിവായ. അമ്മ പറയുന്ന കഥയും അതിലെ കാര്യവും. കാരുണ്യത്തിൻ്റെ രസം നുകരാം. കാരുണ്യത്തിൻ്റെ ജീവൻ തുളുമ്പുന്ന ഒരു അനുഭവം അമ്മ പറഞ്ഞതിങ്ങനെയാണ്. ഒരിക്കൽ ഒരു അനാഥ ബാലൻ മഹാവികൃതിയായിരുന്നു. അവനങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഒരു ഗുരുവിൻ്റെ ആശ്രമത്തിലെത്തി. ഗുരുവിന് അവനോട് അളവറ്റ വാത്സല്യം തോന്നി. ഗുരുവിൻ്റെ അകമഴിഞ്ഞ കാരുണ്യം മറ്റു ശിഷ്യന്മാർക്കത്ര രസിച്ചില്ല. ഒരു സംസ്കാരവുമില്ലാതെ മോഷണം തൊഴിലാക്കിയ ഇവനോട് ഇത്രയും കാരുണ്യം കാട്ടേണ്ട കാര്യമെന്താ? അതാണവർ ചിന്തിച്ചത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ ആശ്രമത്തിലെ പൈസ മോഷ്ടിച്ചു വേണ്ടുവോളം മദ്യപിച്ചു വഴിയിൽ വീണു. ഇതു കണ്ട ശിഷ്യന്മാർക്ക് വളരെ സന്തോഷമായി. ഇനിയെങ്കിലും ഗുരു ഇവനെ കുറിച്ചെല്ലാം മനസ്സിലാക്കുമല്ലോ. ഓടിച്ചെന്ന് ഗുരുവിനെ വിവരം അറിയിച്ചു. ഗുരു ഒന്നും മിണ്ടിയില്ല. അവൻ്റെ അടുത്തെത്തി. തണുത്തു വിറച്ച് കിടക്കയാണ്. അവനെ ആരും ഉണർത്തണ്ട എന്ന് പറഞ്ഞ് ഗുരു തൻ്റെ മേൽമുണ്ട് കാരുണ്യത്തോടെ അവനെ പുതപ്പിച്ചു. പിറ്റേന്ന് അവൻ ഉണർന്നപ്പോൾ കണ്ട കാഴ്ചയെന്താ? ഗുരുവിൻ്റെ മേൽമുണ്ടല്ലേ ഇത്! കുറ്റബോധമുണർന്ന അവൻ ഓടി ഗുരുസമക്ഷത്തിൽ ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ചു മാപ്പിരന്നു. പിന്നീടൊരിക്കലും അവൻ ആ തെറ്റിലേക്ക് വഴുതി വീണില്ല. ഗുരുവിൻ്റെ നിറഞ്ഞ കാരുണ്യം അവനെ ഒരു പുതിയ കുട്ടിയാക്കി മാറ്റുകയായിരുന്നു. ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളും അവൻ അനുസരിച്ചു. കവിതകൾ എഴുതാൻ തുടങ്ങി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവൻ്റെ ഉയർച്ചയുണ്ടായത്. അമ്മ പറയുന്നു, ആധ്യാത്മികതയുടെ തുടക്കവും ഒടുക്കവും കാരുണ്യമാണ്. ദുഃഖിതരോടും നിരാലംബരോടും അവരുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണരുന്ന വികാരമാണ് കാരുണ്യം. നമ്മൾ അവരായി തീരുന്ന അവസ്ഥ. ആ കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിൽ അവശ്യം നേടിയെടുക്കേണ്ട ഗുണം. സുനാമി, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, ഉരുൾപൊട്ടൽ, കൊറോണ തുടങ്ങി എന്തെല്ലാം പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചു. അവയ്ക്കെല്ലാം അമ്മ താങ്ങും തണലുമായി പ്രതിഫലേച്ഛയില്ലാതെ രാപ്പകൽ പ്രയത്നിച്ചു. നമ്മൾ അതിനെല്ലാം സാക്ഷികളായി സേവനം ചെയ്യാൻ അമ്മ അനുഗ്രഹം നൽകി. സ്നേഹം കിട്ടാതലയുന്നവർ, ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർ, രോഗദുരിതങ്ങളിൽ പെട്ടുഴലുന്നവർ, സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവർ, അങ്ങനെ നമുക്ക് ചുറ്റും കാരുണ്യത്തിന് അർഹരായവർ നിരവധിയുണ്ട്. ലോകം മുഴുവൻ ഒരു സുന്ദര സുരഭില പുഷ്പമായിട്ടാണ് അമ്മ കരുതുന്നത്. അതിലെ ഒരിതളിന് പുഴുക്കുത്തേറ്റാൽ പുഷ്പം മുഴുവനും നശിക്കും. അതായത് ലോകം മുഴുവൻ നശിക്കും. അത് സംഭവിക്കാതിരിക്കാനാണ് അമ്മയോടൊപ്പം മക്കളെ കൊണ്ട് ദിവസവും വൈറ്റ് ഫ്ലവർ മെഡിറ്റേഷൻ നടത്തി വരുന്നത്. ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന മന്ത്രം മുഴങ്ങുന്നതിലൂടെ കാരുണ്യത്തിൻ്റെ തരംഗമാണ് അമ്മ പ്രസരിപ്പിക്കുന്നത്. അമൂല്യമായ നമ്മുടെ ഈ ജന്മം പാഴാക്കി കളയാനുള്ളതല്ല. ഓരോ നിമിഷവും ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നിഷ്കാമഭാവത്തോടെ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞാൽ കാരുണ്യത്തിൻ്റെ പൂക്കൾ നമ്മുടെ ഹൃദയങ്ങളിൽ വിരിയും. അതിനായി നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. ഹരി ഓം നമഃശിവായ.